ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ നമ്മളിന്നിവിടെ ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു ഇലക്കറി തയ്യാറാക്കാൻ പോവാണ്. ഞാനപ്പോൾ അവിടെ ഇട്ടിരിക്കുന്നത് ചുമന്ന ചീര കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഒറ്റ വീഡിയോ പോലും മിസ്സാവാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കഴുകി വൃത്തിയാക്കി ഞാൻ അതിൻ്റെ വേരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇതുപോലെ സെപ്പറേറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് അവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് വേണം, ചെറുള്ളി, വെളുത്തുള്ളി, ഇതൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഇതുപോലെ കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ സെപ്പറേറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം. പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കാണ്. അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാനറിയാവുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കത്രിക എടുത്തിട്ട് അങ്ങോട്ട് കറുമുറാന്നിന് വേഗം എല്ലാം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ടപ്പേന്ന് നമ്മുടെ പരിപാടികൾ വേഗം കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഇല ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി സമയം പോകും. അപ്പോൾ ഈ ചുമന്ന ചീര കഴിക്കുന്നത് നല്ലതാട്ടോ. കുട്ടികൾക്കായാലും വലിയ മുതിർന്നവർക്കായാലും ഒക്കെ ബ്ലഡൊക്കെ നല്ലോണം ഉണ്ടാവാനും പിന്നെ നമ്മുടെ കണ്ണിനും ഒക്കെ കാഴ്ചശക്തി നന്നായിട്ട് കണ്ണിൻ്റെ ഇതൊക്കെ തെളിഞ്ഞു വരാനൊക്കെ നല്ലതാണ് ഇലക്കറികളൊക്കെ കഴിക്കുന്നത്. പ്രത്യേകിച്ച് ചുമന്ന ചീരയിൽ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലഡൊക്കെ വയ്ക്കും. പിന്നെ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഉള്ളി ഞാനൊക്കെ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി അത് നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചീനച്ചട്ടിയിലെ വെള്ളം കഴുകിയപ്പോൾ ഉള്ള വെള്ളം അതൊന്ന് വറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ ചെയ്യണതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാനിതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയും ചേർക്കാം. സവോളയൊന്നും ചേർക്കരുത്, ഉള്ളി തന്നെ ചേർക്കരുത് കേട്ടോ, ഏറ്റവും ടേസ്റ്റ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ഒരുപാട് ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കണ്ട കേട്ടോ, ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ചതച്ച് വച്ച മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 1/4 ടീസ്പൂണോളം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആദ്യക്കൂട്ടിനും കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് ഒരുപാട് എരിവ് ചേർക്കണില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. അരമുറി തേങ്ങ. നമുക്ക് തേങ്ങ കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഞാൻ ഇവിടെ അരമുറി തേങ്ങയുടെ 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി നന്നായിട്ട് ഇതാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു ചേർന്ന ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചീരയിലെ വെള്ളമൊക്കെ പറ്റി ചീര ഒന്ന് വേവണം വരെ ഒന്ന് മൂടി വയ്ക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇത് വേവാനുള്ള വെള്ളം നമ്മുടെ ചീരയിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും ഇത് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയും എല്ലാ ഭാഗത്തിനും ഇതുപോലെ മറിച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് പിന്നെയും മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണോന്ന് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ അടിച്ചിട്ട് ഉപ്പൊക്കെ പാകമാണോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക്
സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചീര ഉലത്തിയത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചീരത്തോരൻ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയണത് പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.